പക്ഷെ ഈ വന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഈ നിയോജക മണ്ഡലത്തിന്റെ ഒരു മുക്കിലോ മൂലയിലോ ഒരു ഇല ഇളകിയാൽ അത് അറിയാനുള്ള വ്യക്തിബന്ധങ്ങൾ പി വി അൻവറിനുണ്ട് എന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. അപ്പൊ അവരൊക്കെ ഓരോ വീട്ടിൽ കയറി പറഞ്ഞതും ഓരോ വ്യക്തികളോട് പറഞ്ഞതും ഇവിടുത്തെ പല സംഘടനകൾക്ക് കൊടുത്ത ഓഫറും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായി അതിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ചില ആളുകളെ അപ്പുറത്ത് നിർത്താൻ ചില ഘട്ടങ്ങളിൽ സാധിച്ചിരുന്നു. പല ഓഫറുകൾ കൊടുത്തിട്ട് പാവപ്പെട്ട കുറെ വോട്ടർമാരെ അവരെ പറഞ്ഞു തിരുത്താൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും വിരുന്നുകാർ പോവുകയും നാട്ടുകാർ മാത്രമാകുകയും ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ പി വി അൻവർ ഒറ്റക്കാവുകയും ചെയ്തു. നിങ്ങളന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഈ കൊട്ടിഘോഷത്തിന് എന്താ നിങ്ങളെ കാണാത്തതെന്ന്, എന്താ കൊട്ടിക്കലാശം. ഞാനന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. ഞങ്ങൾ തുടക്കം ആരംഭിക്കുകയാണ്. ഞങ്ങളെ കൊട്ടിക്കലാശം 19-ാം തീയതിയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിരൽത്തുമ്പോണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും പിണറായിസത്തിനെതിരെ. ഞങ്ങള് കൊട്ടിക്കലാശം മാറ്റി വെച്ചിട്ട് കൊട്ടിത്തുടക്കം 19-ാം തീയതി 12 മണിക്ക് ഇവിടുന്ന് ആരംഭിക്കും. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ മലയോര മേഖല എന്ന് പറയുന്നത് ഈ അനിമൽ അറ്റാക്കുള്ള ഫോറസ്റ്റ് ബൗണ്ടറി ഷെയർ ചെയ്യുന്ന 489 പഞ്ചായത്താണ്. 63 നിയമസഭാ മണ്ഡലമാണ്. 1.5 കോടി ജനങ്ങളുണ്ട്. അതിൽ 1 കോടി ജനം പരിപൂർണമായി തകർന്നടിഞ്ഞു കിടക്കുകയാണ്. കാർഷിക മേഖല മുഴുവൻ കടക്കാരാണ്, മുഴുവൻ ജപ്തിയുടെ വക്കിലാണ്, ഒരാശ്വാസവും ഇല്ല. അതിനിടയിലാണ് ഈ കടുവയും പുലിയും വന്നിട്ട് മനുഷ്യനെ കൊന്നു തിന്നു പോകുന്ന, ആന ചവിട്ടി തേക്കുന്നത്. ഈ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്തത്. ആ വിഷയമാണ് ഞാൻ ഉന്നയിച്ചത്. ഇവിടെ അന്താരാഷ്ട്ര വിഷയം പറഞ്ഞ് തടി തപ്പാൻ നോക്കിയവരുടെ പെടലിക്ക് വോട്ടർമാർ പിടിച്ചിട്ടുണ്ട്. അതാണെന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ട്.